ഹായ്, ഇന്നുണ്ടല്ലോ നമ്മൾ ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഇതേപോലെ ഡ്രൈ ആക്കാന്നും ഈ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇതേപോലെ എങ്ങനെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാന്നുമാണ് കാണിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ കളക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതേപോലുള്ള കുറച്ച് പൂക്കളൊക്കെയാണ് ഞാൻ പറിക്കുന്നത്. ഇതൊക്കെ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാന്. ഇതിനെക്കാട്ടി കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് കിട്ടും. കുറച്ച് കടലാസ് പൂക്കളും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതും നമുക്ക് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനായാലും വാക്സ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയാണ്. പിന്നെ കുറച്ച് ഇലകൾ എടുക്കുന്നുണ്ട്. അതേപോലെ വേറെയും കുറച്ചും കൂടി ഫ്ലവേഴ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ പാടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഞാനൊരു പഴയ ബുക്ക് എടുത്തിട്ടുണ്ട്, അതിലാണ് ഓരോന്ന് വെച്ചെടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ബുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിന്റെ മേലെ ഈ ഒരു ഫ്ലവേഴ്സും സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മേലും കൂടി ഒരു പേപ്പറും കൂടി വെച്ചു കൊടുക്കുക കേട്ടോ. അതെന്തിനാ വെച്ചാൽ ഇത് ഡ്രൈ ആവുമ്പോൾ കുറച്ച് കളറൊക്കെ മാറുമ്പോൾ പേജിലൊക്കെ കളർ ആവും. ഈ ഒരു പഴയ ബുക്കിലും കൂടി ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വെച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ബുക്കിലൊക്കെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് സാധാരണ വെക്കലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ടുള്ള ഈ ഒരു ഫ്ലവേഴ്സ് ജേർണൽ ചെയ്യാനായാലും അതേപോലെ നമുക്ക് ബുക്കിൽ ഒട്ടിക്കാന് പിന്നെ റെസിനാർട്ട് ചെയ്യാന് ക്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ ഞാൻ ട്രൈ ആക്കിയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഈ ബുക്കിലുള്ളത് കാണിക്കുന്നത്. ഇനി കുറച്ച് ഫ്ലവേഴ്സ് ഈ ഒരു ബുക്കിന്റെ ഉള്ളിലും കൂടി വെച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ ഒരു 2 വീക്സ് അതല്ലെങ്കിൽ ഒരു 1 മന്ത് ഒക്കെ കഴിയുമ്പോത്തിന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. ഇതേപോലെ ഞാൻ കുറെ മുന്നേ ഉണക്കിയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ ഇതൊരു വൈറ്റ് ഫ്ലവർ ഇനി പക്ഷെ ഉണങ്ങി കഴിഞ്ഞപ്പോ ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊരു കുഞ്ഞ് റോസാപ്പൂവ് കേട്ടോ, അതും ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ഉള്ളതാണ്. അപ്പൊ ഇതേപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഡ്രൈ ആക്കലുണ്ട്. നമുക്ക് ജേർണലൊക്കെ ചെയ്യുമ്പോഴും അതല്ലാതെ ബുക്കിൽ ഒട്ടിക്കാന് വേറെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ടുള്ളത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പ്രസ് ചെയ്യാതെ എങ്ങനെ ഡ്രൈ ആക്കാന്ന് നോക്കാം. ഒരു കപ്പിൽ ജസ്റ്റ് ഇങ്ങനെ ഫ്ലവേഴ്സ് എന്താണോ ഡ്രൈ ആക്കാനുള്ളത് അത് വെച്ചു കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു ബേബി ബ്രത്തിന്റെ ഫ്ലവർ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു റോസ് ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഈ ഒരു കപ്പിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അത് കുറെ കഴിയുമ്പോൾ ഇതേപോലെ നല്ല ഉണങ്ങി ഈ ഒരു കളറായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു റോസ് ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഡ്രൈ ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഡ്രൈ ആക്കിയിട്ടുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ കുറേ മുന്നേ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റിക്കേഴ്സ് ജേർണൽ ചെയ്യുമ്പോൾ ആണെന്നുണ്ടെങ്കിലും ബുക്കിൽ ഒട്ടിക്കാൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ ആണ് കേട്ടോ. ഞാനൊരു വലിയ ബട്ടർ പേപ്പർ തന്നെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടർ പേപ്പറിന് 5 രൂപക്കെ ആവുള്ളൂ കേട്ടോ. എന്നിട്ട് അതിന്റെ മേലെ ഈ ഓരോന്നും നമ്മൾ പ്രസ് ചെയ്തിട്ടുള്ള ഓരോ ഫ്ലവേഴ്സും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഒരു വിന്റേജ് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ അതിൽ ഇതേപോലെ നമ്മൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷെ അന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റിക്കർ പേപ്പർ ഇനിയിപ്പോ ഇതും ഇല്ലെങ്കിൽ നമുക്ക് സാധാ ഒരു പേപ്പറിന്റെ മേലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇതേപോലെ ഓരോന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അടിയിലായിട്ടാ വെച്ചിട്ടുള്ളത് വയലറ്റ് പൂവൊന്നും ഡ്രൈ ആയിട്ടില്ല കേട്ടോ. ഡ്രൈ ആവാതെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്കും വേണ്ടിയിട്ട് ഡ്രൈ ആക്കാത്ത ഫ്ലവർ എന്തായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പൊ ഇതേപോലെ നമുക്ക് ഇനി ഓരോ ഫ്ലവേഴ്സിന്റെ മേലെ ആയിട്ട് ഒന്ന് ഈ ഒരു സെല്ലോ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
ഇത് ഫുള്ള് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര അടുപ്പിച്ചിട്ട് കട്ട് ചെയ്യരുത്, കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. നമ്മൾ സാധാരണ നമ്മൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയല്ലോ, ആ ഒരു മെത്തേഡിൽ തന്നെ വേണം നമ്മൾ ഇതും ചെയ്യാൻ. പക്ഷെ ഇതിൽ നമ്മൾ ഫ്ലവേഴ്സ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ആണ് ചെയ്യാന്നേ ഉള്ളൂ. അപ്പൊ ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് ഒക്കെ നമ്മൾ ജേർണലിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജേർണൽ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും, ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കിനി ഓരോന്നായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സ്റ്റിക്കേഴ്സിനെ വെച്ച് നോക്കുമ്പം ഇങ്ങനെ കാണാൻ ഈ സ്റ്റിക്കർ നല്ല ഭംഗിയുണ്ട്. അപ്പൊ എല്ലാരും എന്തായാലും ഒരു ടൈമെങ്കിലും ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഈ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. നമുക്ക് ജേർണൽ ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.